പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥതയുടെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഏറ്റുപറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ അത്താറിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന ഓരോ മക്കളുടെയും ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. കർത്താവിൻ്റെ തിരുമുറുപാടുന്ന വലതുകരം, ആണിപ്പിടാറുന്ന അത്ഭുതകരം, അടിപ്പണ പോലെ വൈദാഘാതം ദൈവികമായ ശക്തിയാൽ നിൻ്റെ ഹൃദയത്തെയും ആത്മാവിനെയും അധരത്തെയും കർത്താവ് സംശുദ്ധമാക്കട്ടെ. കർത്താവ് അങ്ങയുടെ മക്കളിൽ നിന്ന് സഞ്ചരിക്കുന്ന വഴികളെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു ചിന്ത, നീ നടക്കേണ്ട വഴി ഞാൻ നിൻ്റെ മുഖം നോക്കി ഉപദേശിക്കുന്ന അളിച്ച കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിനക്ക് സംഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിനക്ക് ആവശ്യമായ ഗൃഹപാഠങ്ങൾ ചെയ്തു തരുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ സന്നദ്ധതയാണ് ആ വചനങ്ങളിലൂടെ വെളിപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ
ആ വചനത്തിൽ വാഗ്ദാനത്തിൽ ആശ്രയിക്കുന്ന നിന്നെ കടന്നു പോകുന്ന വഴികളിൽ കർത്താവ് നിൻ്റെ ദൂതനെ അയച്ചുകൊണ്ട് നിൻ്റെ ജീവിത ലക്ഷ്യങ്ങളെ ക്രമീകരിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ കുടുംബത്തെ കർത്താവ് ആശീർവദിക്കട്ടെ, നിൻ്റെ ചിന്തകളെ ആശീർവദിക്കട്ടെ, നിൻ്റെ തീരുമാനങ്ങളെ ആശീർവദിക്കട്ടെ, നിൻ്റെ ഉദ്യമങ്ങളെ ആശീർവദിക്കട്ടെ, നിൻ്റെ എല്ലാവിധ നടപടിക്രമങ്ങളെയും ആശീർവദിക്കട്ടെ. നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ആശ്രയിക്കപ്പെടട്ടെ, സംസാരിക്കുന്ന വിഷയങ്ങൾ ആശ്രയിക്കപ്പെടട്ടെ, എഴുതുന്ന കാര്യങ്ങൾ, ഒപ്പിടുന്ന കാര്യങ്ങൾ, തീരുമാനിക്കുന്ന വിഷയങ്ങൾ എല്ലാം നിലവിലുള്ള തടസ്സങ്ങളെ കർത്താവ് എടുത്ത് മാറ്റട്ടെ. ഏതെങ്കിലും വിഷയത്തിന് വേണ്ടിയോ വ്യക്തിയെ കാണാൻ വേണ്ടിയോ വ്യക്തിയുടെ തീരുമാനങ്ങൾക്ക് നിനക്ക് അനുകൂലമായി മാറണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ആ വ്യക്തികളെ കർത്താവിൻ്റെ നാമത്തിൽ നിനക്കായി സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഭവനരഹിതരായുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്ഥലമില്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സാമ്പത്തിക ബാധ്യതകൾ വിഷമിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മാരകമായ രോഗങ്ങളും രോഗം മൂലം ക്ലേശിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിവിധങ്ങളായ രോഗങ്ങളാൽ വലയപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സമാധാനമില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പരവർത്തകന്മാരിൽ അകന്ന് കഴിയുന്നവർ പിരിഞ്ഞു കഴിയുന്നവർ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എത്രയും വേഗം ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓരോരോ ജീവിത ആവശ്യങ്ങൾ, ജീവിത യാപനങ്ങൾ, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങൾ, നിയമ തടസ്സങ്ങൾ, അതുപോലെ തന്നെ കോടതിയിൽ അകപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ, സ്റ്റേഷനിൽ അകപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേലെല്ലാം ദൈവികമായ ഇടപെടലുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, റിവാലുവേഷന് കൊടുത്തിട്ടുള്ളവരെ, നിൻ്റെ ഉപരിപഠനത്തിനും ഉപരി ജീവിതത്തിന് ആവശ്യമായ യോഗ്യത നേടാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളുടെ മേലും ദൈവികമായ കൃപ ആവസ്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച കർത്താവിൻ്റെ ചൈതന്യം നിൻ്റെ ജീവിത കുടുംബത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള നിൻ്റെ എല്ലാ പരിശ്രമങ്ങളെയും, തൊഴിൽ പരിശ്രമങ്ങളെയും, ജോലി പരിശ്രമങ്ങളെയും, ഉദ്യോഗ പരിശ്രമങ്ങളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുകയും അതിൻ്റെ തടസ്സങ്ങളെ ഈശോനാമത്തിൽ ബന്ധിക്കുകയും ചെയ്യുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിലും നയിക്കും. ആമേൻ. എൻ്റെ മക്കൾ, നമ്മൾ ഇന്നലെ ചൊവ്വാഴ്ച നിങ്ങൾ ഉടമ്പടി ധ്യാനം കൂടിയത് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കൂടാത്തവരെ കൂടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ ഉടമ്പടിയിലിരിക്കുന്നവർ കർത്താവിൻ്റെ അവിടെ ചെയ്ത വാഗ്ദാനത്തിൻ്റെ വിശ്വസ്തതയാണ് അതിൻ്റെ ഉടമ്പടി ധ്യാനം കൂടുക എന്നുള്ളത്. അതുവഴിയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ഉടമ്പടിയിൽ വൃത്തിയായിട്ടും വിശ്വസ്തയോടുകൂടി നമുക്ക് പങ്കെടുക്കാൻ കഴിയുന്നത്. ഇന്നലെ പറഞ്ഞത് മൂത്ത മകനെക്കുറിച്ചാണ് പറഞ്ഞത്. ഞാനത് സംക്ഷിപ്തമായിട്ട് ഇവിടെ പറയാം. നിങ്ങളതിൻ്റെ വലിയ വിശദീകരണമായ രൂപം ഉടമ്പടി ധ്യാനം കൂടി തന്നെ മനസ്സിലാക്കിയാൽ മതി. മൂത്ത മകൻ ഒരുപക്ഷെ കർത്താവിൻ്റെ വചനങ്ങളിലൊന്നും ഒരിക്കലും പാഴായിപ്പോവുകയോ, അല്ലെങ്കിൽ നമുക്ക് ചില സമയത്ത് തോന്നുന്നു ഈ മൂത്ത മകനെ ഇരുട്ടത്ത് നിർത്തിക്കൊണ്ടാണ് കർത്താവ് സംസാരിക്കണമെന്ന്. ഒരിക്കലുമല്ല. പരിശുദ്ധാത്മാവ് ഈ വിശുദ്ധ വാര ദിവസങ്ങളൊക്കെ എന്നോട് അവനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ദൈവരാജ്യത്തിൽ അവനോട് അപ്പൻ പറയുന്ന വാക്കില്ലേ, അവനെങ്ങാനും സങ്കടപ്പെട്ട് അവൻ്റെ വീട്ടിൽ നിന്ന് ഇളയ മകനെപ്പോലെ ഇറങ്ങിപ്പോകുമെന്ന് പറയുമ്പോൾ, ഇളയ മകനെ പണ്ടിതുപോലെ ഇറങ്ങിപ്പോകാൻ നേരത്ത് അവനെ പരിചരിക്കാതിരുന്ന, അവനോട് സാന്ത്വനങ്ങൾ പറയാതെ വീട്ടിൽ നിർത്താതിരുന്ന അപ്പൻ എന്തുകൊണ്ടാണ് മൂത്ത മകനെ സാന്ത്വനപ്പെടുത്താൻ വേണ്ടി പുറത്തോട്ടിറങ്ങുകയും പട്ടാങ്ങി പറഞ്ഞ് അവനെ കൂടെ നിർത്തുകയും ചെയ്തത്? എന്താ ഈ ഒരു വ്യത്യാസമുണ്ട്. നമ്മളെപ്പോഴും ഇളയ മകൻ്റെ മാനസാന്തത്തിന് അമിതമായ പ്രാധാന്യം കൊടുക്കുകയും, അതുപോലെ തന്നെ അത് ചില ആൾക്കാർക്കെങ്കിലും എന്ത് തരത്തിലുള്ള തോന്നിവാസം ജീവിച്ചിട്ട് അവസാനം മുങ്ങി തിരിച്ചു വന്നാൽ മതി എന്നുള്ള തെറ്റായ ബോധം കൊടുത്തിട്ടുണ്ടെന്ന് ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഞാൻ മനസ്സിലാക്കി. പക്ഷേ ചില ആൾക്കാർ എന്നോട് ചോദിക്കണത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ദൈവത്തിൻ്റെ കൂടെയാണല്ലോ എപ്പോഴും, ദൈവത്തിൻ്റെ വചനങ്ങളൊന്നും ഞങ്ങൾ പാലിക്കാതിരുന്നിട്ടില്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ വിശ്വാസത്തിലാണ് വളർത്തുന്നത്, പക്ഷേ അവിശ്വാസികളെക്കാൾ മോശമായ ജീവിതാനുഭവങ്ങളല്ല അച്ഛൻ ഞങ്ങൾക്കുള്ളത് എന്ന് പറയുമ്പോൾ ഞാനും മനസ്സിൽ അന്തം വിട്ടു പോകും. ശരിയാണ് എല്ലാവരും പറയണത്. പള്ളിയിൽ നിന്ന് മാറി നടക്കുന്നവരാണ്, പള്ളിയും പട്ടക്കാരും ഇല്ലാതെ നടക്കുന്ന എത്രയോ മനുഷ്യർ ഇവിടെ ഈ ഭൂമിയിലെ ഭൗതികമായ സുഖങ്ങളൊക്കെ അനുഭവം സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ ഇതുങ്ങൾ ഞെരുങ്ങളെ എന്തുകൊണ്ടാണെന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കർത്താവ് മൂത്ത മകനെയാണ് എന്നോട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മൂത്ത മകൻ പറഞ്ഞ ഇതാണ്, എൻ്റെ അപ്പ, എത്ര കാലമായി ഞാൻ നിൻ്റെ കൂടെ ജീവിക്കുന്നു, എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഉല്ലസിക്കുന്നതിന് അവസാനം ഒരു കുഞ്ഞാടിനെ പോലെ എനിക്ക് തന്നില്ലല്ലോ എന്ന് പറയുന്നത്. അത് ഭാഗത്ത് വായിച്ചേ. ലൂക്കാ 15:29. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു, ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ
ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല. കണ്ടാ, ആ പരിഭവം മൂത്തമാൻ്റെ അല്ല. എനിക്കൊണ്ട് സഭയിൽ 90% മൂത്ത മക്കളാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് ജീവിക്കാനും കർത്താവിൻ്റെ ബലിയിൽ പങ്കെടുത്ത് ബലിജീവിതത്തിന് അനുഷ്ഠിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. പക്ഷെ ചിലർക്ക് അവരുടെ ഏറ്റവും മസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ പോലും ചിലപ്പോൾ നടക്കാതെ വരുമ്പോൾ ഞാൻ ഈ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുന്നത് ആരോടാണ്, ഇനി ദൈവം ഉണ്ടോ എന്നൊക്കെ തന്നെ തോന്നുന്നു. ചില അയ്യോഭാവികളും അല്പവിശ്വാസികളൊക്കെ വിശ്വാസ ശക്തിയിൽ നിന്ന് ക്ഷയിച്ചു പോയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അപ്പനൊരു വാക്ക് നിങ്ങൾ ഓർക്കണം. എന്താ അപ്പം പറയണത് ഒന്ന് വായിച്ചാൽ ലുക്കാ 13:31. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. അപ്പോൾ എനിക്കുള്ളതെല്ലാം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അതിൻ്റെ അത് നിത്യതയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെപ്പോഴും ശ്രദ്ധിച്ച് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന പ്രാർത്ഥനയുണ്ട്, കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയുണ്ട്. രണ്ടു തരം പ്രാർത്ഥനയുണ്ട്. ഇപ്പം നമ്മുടെ ജീവിതത്തിലുള്ള ആവശ്യങ്ങളിൽ നമ്മൾ 10 കാര്യം ചോദിച്ചാൽ ചിലപ്പോൾ 5 നടക്കും, 5 നടക്കത്തില്ല. 5 നടക്കാതിരിക്കുന്നതല്ല സംഭവം. 5 നടക്കുന്നത് ക്യാഷ് ആൻഡ് കൈൻ്റെ ഭൗതികമായ നിലനിൽപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും വലിയ ആധ്യാത്മികമായിട്ട് വലിയ താമസന്മാരെപ്പോലെ നിത്യതയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇല്ല, ഓരോരുത്തന്മാർ പ്രാർത്ഥിക്കുന്നത് അവരുടെ ജോലി, അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള ഈ ചാകുമ്പോൾ തീരണ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ചോദ്യങ്ങൾക്കും ചില സമയത്ത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ നിക്ഷേപമില്ലാത്ത കാരണം ദൈവം ചില പ്രാർത്ഥനകൾ റിസർവ് ചെയ്ത് കളയും. അത് കേൾക്കാത്തതല്ല, അത് റിസർവ് ചെയ്യണതാണ്. എങ്ങോട്ട് റിസർവ് ചെയ്യണം? നിത്യതയ്ക്ക് വേണ്ടി. അപ്പോൾ പലപ്പോഴും ഓർക്കേണ്ടത് നിൻ്റെ നിത്യത എന്ന് പറയുന്നതും എന്താണ്? കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയാണ്. അതാണ് അപ്പം പറയണത്. കാര്യം ആ വാക്ക് ഉപയോഗിക്കണത് തന്നെ, എൻ്റെ പ്രലോഭനങ്ങളിൽ എന്നോട് കൂടെ ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ. ആ വാക്കിനോട് ഇത് ചേർത്ത് വെക്കേണ്ടതാണ്. എൻ്റെ മകനെ നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ എന്ന് പറയണത് ജീവിത ക്ലേശങ്ങളെ ചില സമയത്ത് ദൈവത്തിൻ്റെ കൂടെ തന്നെ കർത്താവിൻ്റെ പീഡാസങ്ങളോട് കൂട്ടി വെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണെന്നുള്ള അർത്ഥമാണ് ബൈബിൾ നൽകുന്നത്. 22:28 എന്റെ പരീക്ഷകളിൽ എന്നോട് കൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ. എന്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു. അപ്പൊ ഇത് തന്നെയാണ് മൂത്ത മകനോട് ഈശോ പറയണത്. നീ എൻ്റെ മകനെ എപ്പോഴും നീ എന്നോട് കൂടിയാണല്ലോ. അതാണ് നിരന്തരം എന്നോട് കൂടി ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ. അപ്പോൾ എപ്പോഴും നിരന്തരം കഷം കഴിഞ്ഞിട്ട് നമുക്കൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ കൂടെ വിശ്വസ്തരായി നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ച് നൽകുന്ന പോലെ ഞാനും നിങ്ങൾക്ക് നൽകുന്നു. നിത്യത അവകാശം ഓഹരിമാക്കുന്നതിന് വേണ്ടിയാണ് അനുദിന കാര്യങ്ങൾ ചില സമയത്ത് റിസർവേഷൻ വരണത്. ദൈവത്തിൻ്റെ ഇടപെടൽ റിസർവേഷൻ. അപ്പോൾ നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്യണം, നന്ദി പറയുകയും ചെയ്യണം. എന്താണ്? ഞാൻ കൊതിച്ചു തന്നില്ല, ആശിച്ചു തന്നില്ല, പക്ഷേ കർത്താവ് ആശിച്ചേക്ക് തന്നു. അതെൻ്റെ നിത്യജീവിതമാണ്. എൻ്റെ പ്രലോഭനങ്ങളിൽ എന്നോട് കൂടി ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ. എൻ്റെ മകനെ നീ എപ്പോഴും എന്നോട് കൂടി ഉണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. ഒരു കാരണവശാലും കിട്ടാത്ത അനുഗ്രഹത്തെ ഓർത്ത് വിശ്വാസത്തിൽ അപാചയം ഉണ്ടാക്കരുത്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ.